പാഠം 867 ഒരു ചൂതാട്ടത്തിന്റെ കഥ. ഹലോ. ആ വിദ്യ, ഇതെന്താ രാവിലെ? അതെയോ? അത് സാരമില്ല, ഞാൻ നോക്കിക്കോളാം. ഒന്ന് അവധിക്ക് അപേക്ഷിച്ച പോരെ, അത് ഞാൻ ഏറ്റു. ആ വിദ്യ, ഇന്നലെ സുരഭി ടെക്സ്റ്റൈൽസിൽ പോയിരുന്നു. ഞാനും മോഹനേട്ടനും കൂടി. താലൂക്ക് ഓഫീസിലെ സഹദേവന്റെ മോളുടെ പിറന്നാളാ. അവക്കൊരു ഉടുപ്പ് മേടിക്കാൻ പോയതാ. എന്റെ വിദ്യ, ഞാനൊരു അടിപൊളി സാരി കണ്ടു. കണ്ടിട്ട് എനിക്ക് കൊതിയായിപ്പോയി. മോഹനോടൊരു അഭിപ്രായം ചോദിച്ചപ്പോ മുഖം വെറുപ്പിച്ചു കാണിച്ചു. സാരി മോഹനന്റെ ഇഷ്ടം എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അത് വാങ്ങണമെങ്കിൽ പണം മുടക്കണ്ടേ? അതിന് കഴിയാത്തോണ്ട് എന്നെ തറപ്പിച്ചു നോക്കിയിട്ട് ഒരൊറ്റ പോക്. ഈ ആഴ്ച ഏതൊരു കേസിന്റെ ഫീസ് കിട്ടിയിരുന്നെങ്കിൽ അതൊന്ന് വാങ്ങായിരുന്നു. ഞാൻ ചെല്ലുമ്പോഴേക്കും അത് വിറ്റ് പോകാതിരുന്നാ മതിയായിരുന്നു. മോഹനായിട്ട് വിളിക്കുന്നുണ്ട്. ഞാൻ ഓഫീസിൽ എത്തിയിട്ട് തന്നെ വിളിച്ചോളാം. ശരി. മോഹനേട്ടാ, ഇതെന്താണ് വലിയ എഴുത്ത്? അടുത്ത ആഴ്ച താലൂക്ക് ഓഫീസ് കൊടുക്കുന്ന റിപ്പോർട്ടായിരുന്നു. ഓഫീസാണ് ഭയങ്കര തിരക്ക്. അതുകൊണ്ട് രാവിലെയും രാത്രിയിലുമായിട്ട് ഇവിടെ ഇരുന്ന് എഴുതി തീർക്കാന്ന് കരുതി. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ നമ്മൾ സുരഭി ടെക്സ്റ്റൈൽസിൽ പോയില്ലേ? പോയി. അവിടെ ഇരുന്ന ഒരു സാരി ഞാൻ എടുത്ത് നോക്കിയത് മോനോട്ട് ഓർമ്മയുണ്ടോ? ഉണ്ട്. അത് കൊള്ളാമോ എന്ന് എന്നോട് ചോദിക്കുകയും ചെയ്തു. മോഹനേട്ടത് ഇഷ്ടായെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നമുക്കത് വാങ്ങിയാലോ? നമുക്കോ? ഞാൻ സാരി എടുക്കാറില്ല. നമുക്കെന്ന് പറഞ്ഞ എനിക്കെന്നാണ്. ഞാൻ ആ സാരി എടുത്ത് നല്ല ഭംഗിയായിരിക്കില്ലേ? നീ ചുരിദാർ ഇട്ടാലും നല്ല രസമാണ്. അതെ, അതിൽ 1500 രൂപയുള്ളൂ. അത്രേ ഉള്ളൂ? ആഹാ, 1500 രൂപ അത്ര ചെറുതല്ലല്ലോ. എത്ര നാളായി ഞാൻ പുതിയൊരു സാരി വാങ്ങിട്ട്. കേക്ക് മോഹനയുടെ 1500 രൂപ തന്ന ഞാൻ ഇന്ന് തന്നെ പോയിട്ട് അത് വാങ്ങിക്കോളാം. വൈകിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അത് കൊണ്ടുപോകും. എനിക്കത് ഇഷ്ടമായി പോയതുകൊണ്ടാ. ഇന്നലെ നിനക്ക് 1500 രൂപയുടെ സാരി ഇഷ്ടമായി. ഉടനെ പോയി അത് വാങ്ങിയിട്ട് ഒരാഴ്ച കഴിയുമ്പോ 25 ലക്ഷം രൂപയുടെ കാറ് നിനക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? കാറ് പോലെയാണ് ഒരു സാരി. കാറ് പോലെ അല്ല സാരി. പക്ഷെ രണ്ടായാലും ആവശ്യമില്ലാതെ വാങ്ങേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എന്റെ ആവശ്യങ്ങളെല്ലാം മോഹനയുടെ അനാവശ്യമാണല്ലോ. നീ പോയി കാപ്പി എടുത്ത് നോക്കിയേ. അതിനെ വിളിച്ചത് എനിക്ക് ആഫീസിൽ പോകാനുള്ളതാ. ഞാൻ ഇവിടെ വേലക്കാരിയോ? മോഹനയുടെ ആവശ്യങ്ങൾ നടത്താനായിട്ട് മാത്രം ഒരാള്. എന്നെ വേലക്കാരെന്ന് പോലും പറയാൻ പറ്റൂലല്ലോ. വേലക്കാരാണെങ്കിൽ ശമ്പളമെങ്കിലും കിട്ടും. ഇവിടെ ആണെങ്കിൽ അതുമില്ല. അതെ, നോക്ക്, എനിക്ക് ആ സാരി വാങ്ങാൻ പൈസ തരുമോ? ഇല്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഇവിടെ ശല്യപ്പെടുത്താതെ എഴുന്നേറ്റ് പോകാൻ നോക്ക്. ഈ ആഴ്ച കൊണ്ട് എഴുതിയെടുത്തില്ലെങ്കിൽ തഹസേന വഴക്ക് കൂടി ഞാൻ കേൾക്കേണ്ടി വരും. തഹസാറിന്റെ നാട്ടുകാരുടെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി. എന്റെ ഒരു ആവശ്യത്തിന് ഈ വീട്ടിൽ ഒരു വിലയില്ല. ഹലോ വക്കീലെ, ഞാനാ തിലോത്തമൻ. മനസ്സിലായില്ലേ? മനസ്സിലായി. എന്താ തിലോത്തമൻ ചേട്ടാ? ഞാനൊരു ഭയങ്കര സന്തോഷ വാർത്ത പറയാനാ വിളിച്ചത്. എന്താ? എനിക്ക് ലോട്ടറി അടിച്ചാ? വക്കീൽ അറിഞ്ഞു കഴിഞ്ഞോ? അത് പത്രത്തിലില്ലല്ലോ. എന്താ? ഇന്നലെ ഞാൻ വക്കീലിനെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ച ലോട്ടറി ഇല്ലേ, അതിന് 5 ലക്ഷം രൂപ അടിച്ചു. എനിക്കിപ്പോ ചാർട്ട് കിട്ടിയതേ ഉള്ളൂ. സംഗതി സത്യമാണ്. അയ്യോ, എന്റെ ഈശ്വരൻ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഹലോ ഹലോ, ഉറപ്പാണ് ചേട്ടാ? ഞാൻ കച്ചവടം തുടങ്ങിയിട്ട് വർഷം 10-15 ഞാൻ വെറുതെ എങ്ങനെ പറയൂ? അയ്യോ,
ഞാൻ വിറ്റ ലോട്ടറിക്ക് സമ്മാനം അടിച്ചിട്ട് കൊല്ലം 2ആയി. വക്കീലിന് 5 ലക്ഷം രൂപ കിട്ടുന്ന കൂട്ടത്തിൽ എനിക്കും കിട്ടും ഉഗ്രം കമ്മീഷൻ. വക്കീൽ എപ്പോഴാ ലോട്ടറി കൊണ്ടുവരുന്നേ? ഞാന് ഒരു 10 മണിയാകുമ്പോഴേക്കും ഇവിടെ ഇറങ്ങുവേ കോടതി പോകാനായിട്ട്. പോകുന്ന വഴിക്ക് ഞാൻ അങ്ങോട്ട് വരാം. ഓ ശരി വക്കീലെ. അതെ, ഇക്കാര്യം തൽക്കാലം വേറെ ആരോടും പറയണ്ട. ഇക്കാര്യമൊക്കെ നാട്ടുകാർ പറയാതിരിക്കുന്നല്ലേ നല്ലത്. അയ്യോ, ഞാൻ ഉത്തമനെ കണ്ടപ്പോ പറഞ്ഞു പോയി വക്കീലെ. അത് സാരമില്ല, ഇനി ആരുടെ അടുത്തും പറയണ്ട. ഓ അപ്പൊ ശരി വക്കീലെ. ഓ ശരി. എന്താണ് ആരും അറിയാത്തൊരു രഹസ്യം? രഹസ്യമല്ലേ, അപ്പൊ അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഭർത്താവിനോട് പറയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ ഭാര്യയ്ക്കുണ്ടാകാൻ പാടില്ല. അയ്യോ, മോഹനേട്ടന്റെ അടുത്ത് ഞാനത് പറയാതിരിക്കോ? ദൈവമായിട്ട് എന്നെ കനിഞ്ഞനുഗ്രഹിച്ചിരിക്കല്ലേ. മോഹനേട്ടനോട് ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. തൽക്കാലം മോഹനോട് വേണ്ട ഡ്രസ് മാറ. 9 മണിയാകുമ്പോഴേക്കും ഓഫീസ് പോകാനുള്ളതല്ലേ. അതെ അതെ, എന്റെ മുഖം കണ്ടിട്ട് മോഹനേട്ടൻ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഈ മുഖത്തിന്റെ പ്രത്യേകത 2 ഉണ്ട കണ്ണും വഴുതണങ്ങിയ പോലത്തെ ഒരു മൂക്കും. അത് മാറ്റാൻ പറ്റില്ല. അതല്ല, സാധാരണ കാണാത്തൊരു സന്തോഷം എന്റെ മുഖത്തില്ലേ? എനിക്കറിയില്ല. ഓ, ഒരു ഡ്രസ് മാറ്. ഈ ലോട്ടറിയുടെ പേര് ഞാൻ എന്തുമാത്രം ചെയ്ത് കേട്ടതാ. ലോട്ടറി ടിക്കറ്റോ? ഹാമേ, അത് ലോട്ടറി. മനസ്സിലായി. ഇതെങ്ങനെ ഇവിടെ വന്നു? അത് ഞാൻ എടുത്തതാ. എന്തിന്? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇമാതിരി കാര്യങ്ങൾക്ക് വേണ്ടി പണം ധൂർത്തടിക്കരുതെന്ന്. ലോട്ടറി എന്ന് പറയുന്നത് ചൂതാട്ടമാണ്, ചൂതാട്ടം. ഇത് മോനേട്ടാ, ആ സെഷൻസ് കോടതിന് മുന്നിൽ ലോട്ടറി വെക്കുന്ന തിലോത്തമ ചേട്ടൻ എടുത്തെടുത്തതാ. എന്നെ കാണുമ്പോ ആ തിലോത്തമ ചേട്ടൻ എപ്പോഴും പറയുന്ന, ഓ ലോട്ടറി എടുക്ക് വക്കീലെന്ന്. മോഹനേട്ടനെ ഭീഷണി ഉള്ളതുകൊണ്ട് ഞാൻ പറയും എനിക്ക് വേണ്ട ഏട്ടാന്ന്. ഇന്നലെ തിലോത്തമ ചേട്ടന്റെ കടയുടെ ഇപ്പുറത്തെ കടയിൽ ഒരു നാരങ്ങാവെള്ളം കുടിച്ചോണ്ടിരുന്നപ്പോ തിലോത്തമ ചേട്ടൻ എന്നോട് പറയാ, ഓ നാരങ്ങാവെള്ളം കുടിക്കാനെങ്കിലും വക്കീലൊന്ന് കാശ് മുടക്കിയാലോ, അത് മതിയെന്ന്. മോഹനേട്ടന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാനും മോഹനേട്ടനെ പോലെ അറുത്ത് കൈക്ക് ഉപ്പ് തേക്കാത്ത ആളാണെന്നാണ് എല്ലാരും കരുതി വെച്ചിരിക്കുന്നത്. ആധാരം ഒന്ന് മാറ്റി കൊടുക്കണമല്ലോ. അപ്പൊ ശരി ചേട്ടാ, ഒരു ലോട്ടറി ഇങ്ങതാ എന്ന് ഞാൻ പറഞ്ഞു. അനാവശ്യമായ ദുരഭിമാനം കൊണ്ട് നീ കളഞ്ഞത് 100 രൂപയാണ്. ഒരു 100 രൂപയുടെ വില എന്താണെന്ന് നിനക്കറിയാമോ? 100 രൂപയുടെ വില 100 രൂപ. അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഇത്തരം ചൂതാട്ടങ്ങൾക്ക് ഉപയോഗിക്കാൻ കെ മോഹനേട്ടൻ സാർ സമ്മതിക്കില്ല. ഇത് ഇന്ന് തന്നെ തിരിച്ചു കൊടുത്ത് 100 രൂപ തിരികെ വാങ്ങിക്കൊണ്ട് വരണം, മനസ്സിലായോ? പിന്നെ ലോട്ടറി എടുത്ത് ഞാൻ തിരിച്ചു കൊടുക്കാൻ നിൽക്കുകയാണ്. മോണ്ട ആഫീസ് പോവാൻ നോക്ക്. ദാ ചോറ് പിടി. 5 ലക്ഷം രൂപ. ഇനി വില്ലേജ് ഓഫീസർ എന്ത് പറയും? എന്റെ ഈശ്വര, ഇപ്പോഴെങ്കിലും നീ എന്റെ കൂടെ കൂടിയല്ലോ. ഒരുപാട് നന്ദിയുണ്ട്. മോഹനേട്ടാ, ഈ ദൈവം ശരിക്കും ഉണ്ടല്ലേ? അല്ല, ചില നേരങ്ങൾ എനിക്ക് തോന്നും ദൈവം ഇല്ലെന്ന്. മോഹനേട്ടൻ എന്നോട് കാണിക്കുന്ന ഈ തോന്നിവാസമൊക്കെ കാണാതെ കണ്ണടച്ചിരിക്കുകയാണോ ദൈവം എന്ന് തോന്നാറുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ഉറപ്പായി മോഹനേട്ടാ, ദൈവം ഉണ്ട്. എനിക്കത് നേരത്തെ ഉറപ്പായിരുന്നു. അതെ, മോഹനേട്ടൻ അത് ഉറപ്പിക്കാം. കാരണം മോഹനേട്ടന്റെ ജീവിതത്തിൽ എപ്പോഴും നന്മകൾ മാത്രമല്ലേ സംഭവിക്കുന്നുള്ളൂ.
ആരോഗ്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, സർക്കാർ ജോലിയുണ്ട്, സൽപ്പേരുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് സൽസ്വഭാവിയും സുന്ദരിയും ഉത്തരവാദിത്വ ബോധവുമുള്ള ഒരു നല്ല ഭാര്യയും. ഇത്രയൊക്കെ ഉള്ളപ്പോ എന്തായാലും നിയമമുണ്ടെന്ന് തോന്നൂലോ. ഭാര്യ എന്ന് പറഞ്ഞാൽ മതി. സൽസ്വഭാവി, സുന്ദരി, ഉത്തരവാദിത്ത ബോധമുള്ളവൾ എന്നിങ്ങനെയുള്ള കൂട്ടിച്ചേർക്കലുകൾ വേണ്ട. ഓ, അതങ്ങനെ ആയിക്കോട്ടെ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവമുണ്ട്. ഈ ദൈവമുണ്ട് എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇല്ല. പറഞ്ഞുതരാം. ഞാനൊരു നിസ്സാരമായ ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 100 രൂപയുടെ കാര്യമെങ്കിലും ആയിക്കോട്ടെ, അത് പറഞ്ഞാൽ പോലും മോഹനേട്ടൻ അതിനെ എതിര് പറയും. അപ്പൊ ഞാൻ കരുതും, ഓ എനിക്ക് ഫീസ് കിട്ടുമ്പോ അത് സാധിക്കാന്ന്. പക്ഷെ എന്താ സംഭവിക്കുക? എനിക്ക് ഫീസ് കിട്ടിയെന്ന് അറിയുന്ന നിമിഷം മോഹനേട്ടനെ സോപ്പിടാൻ വരും. അങ്ങനെ സോപ്പിട്ട് എനിക്ക് കിട്ടിയ ആ പൈസ മുഴുവൻ വാങ്ങി സഹകരണ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അങ്ങ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടും. വീണ്ടും നമ്മൾ പാപ്പരായി. അങ്ങനെ പാപ്പരായി കഴിയുമ്പോ ഞാൻ പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 പൈസ പോലും മോഹനേട്ടൻ എനിക്ക് തരില്ല. ഇതല്ലേ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും അങ്ങനെ ഉണ്ടാവാനേ പോകുന്നില്ല. എന്താ നീ ആവശ്യങ്ങളൊന്നും പറയുന്നില്ലേ? ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ മോഹനോടോട് ഞാനത് പറയില്ല. എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം. ലോട്ടറി അടിച്ചോ? എങ്ങനെ മനസ്സിലായി? വക്കീലേ, ഉത്തമനാണ്. ഉത്തമൻ വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കാണാൻ. ഇപ്പൊ ഉത്തമൻ വിളിച്ചത് സാറേ എന്നാണ്. അതായത് ഉത്തമൻ വന്നത് എന്നെ കാണാനാണ്. നമസ്കാരം സാറേ. സംഭവം അറിഞ്ഞ പാടെ ഞാൻ ഇങ്ങ് പാഞ്ഞു വരികയായിരുന്നു. വക്കീലെ കൊണ്ടുപോയി. എന്തറിഞ്ഞതിന് ശേഷം ഉത്തമൻ പറഞ്ഞില്ല. അപ്പൊ സാർ ഇതുവരെ വിവരമൊന്നും അറിഞ്ഞില്ലേ? എന്ത് സംഭവം? അയ്യോ, നമസ്കാരം വക്കീലെ. ലോട്ടറി അടിച്ചല്ലേ? ഉത്തമൻ സമ്പാദിച്ചെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. തിലോത്തമൻ ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു. ഏത് തിലോത്തമൻ? എന്തിനു വിളിച്ചോ? അയ്യോ, അപ്പൊ സാറ് സംഭവം അറിഞ്ഞില്ലേ? സാറേ, ഞാൻ പറഞ്ഞ സത്യമാണ്. കഴിഞ്ഞ ആഴ്ച തിലോത്തമ ചേട്ടന്റെ കയ്യിൽ നിന്നും വക്കീൽ ഒരു ലോട്ടറി വാങ്ങിച്ചിരുന്നു. അതിന് 5 ലക്ഷം രൂപ അടിച്ചു. ഇത് കണ്ടോ? അപ്പൊ വക്കീല് സാറിന്റെ അടുത്ത കാര്യം പറഞ്ഞില്ലല്ലേ? ഞാൻ കാര്യം പറയാൻ തുടങ്ങുമായിരുന്നു. ഒറ്റയടിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലാഭ്യസർക്ക് വല്ല ബോധക്കേടും വരുമെന്ന് പേടിച്ചിട്ട് സാവകാശം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി വരികയായിരുന്നു. അപ്പോഴല്ലേ ഉത്തമം വിളിച്ചത്. പിന്നെ ഈ 5 ലക്ഷം രൂപ എന്ന് പറയുമ്പോഴേ എത്ര കൈ കിട്ടും വക്കീലെ? ഓ, കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഒരു 3-3.25 ലക്ഷം രൂപ ഉറപ്പായിട്ട് കൈ കിട്ടും. വക്കീലെ ഒരു ഭാഗ്യവതി തന്നെ. കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് ഒരു 25,000 രൂപയുടെ ലോട്ടറിയെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുവരെ 10 പൈസ പോലും എനിക്ക് അടിച്ചിട്ടില്ല. അയ്യോ, വക്കീല് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ലോട്ടറി എടുത്തപ്പോ അതിന് 5 ലക്ഷം രൂപ അടിച്ചു. അല്ലെങ്കിൽ ഞാനൊരു ഭാഗ്യം ചെയ്ത ആള് തന്നെ ഉത്തമ. നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം, സമൂഹത്തിൽ അന്തസ്, അങ്ങനെയല്ലേ എനിക്കുണ്ടല്ലോ. പിന്നെ ചില കാര്യങ്ങൾ ഒരു ഭാഗ്യക്കാരുണ്ടായി പോയെന്നുള്ള നേരെ തന്നെയാ. അത് എന്റെ വീട്ടുകാരുടെ അന്നത്തെ ഒരു നോട്ടപ്പിശക്. അപ്പൊ പിന്നെ വക്കീലെ ഇനി എന്താണ് വക്കീലിന്റെ പരിപാടി? അത് പറ. രൂപ 1-2 അല്ല, 5 ലക്ഷം രൂപയാണ് കയ്യില്. 5 ലക്ഷം ഒന്നും ഉണ്ടാവില്ല, ഒരു 3-3.5 ലക്ഷം രൂപ എന്തായാലും കിട്ടും. എന്തായാലും 1-2 ദിവസം കൊണ്ട് ഞാനൊരു പദ്ധതി തയ്യാറാക്കും. എന്തൊക്കെ വാങ്ങണം, ആർക്കൊക്കെ കൊടുക്കണം എന്നെല്ലാം ആലോചിച്ച് തീരുമാനിച്ച് ഒരു പദ്ധതി. ഉത്തമന്റെ അടുത്ത് ഞാനത് പിന്നെ പറഞ്ഞു. ശരി. ഓ, എന്നാലും വക്കീലിന് ലോട്ടറി അടിച്ചല്ലോ. ഈ 3-4 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? അതും വെറും 100 രൂപ മുടക്കിയിട്ട്. സാറിന്റെ ശമ്പളം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു വർഷം ആകെ കിട്ടുന്നത് ഇത്രയും വരൂലല്ലോ. അതുകൊണ്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നതും ലോട്ടറി അടിച്ച കാശ് ഉണ്ടാക്കുന്നതും ഒരുപോലെയാണോ? അധ്വാനിച്ചുണ്ടാക്കുന്ന കാശിന് ഒരു വിലയുണ്ട്. അതൊക്കെ വെറുതെ പറയാൻ കൊള്ളാം സാറേ. നമ്മളിപ്പോ ഒരു കടയിൽ ചെന്നൊരു നാരങ്ങ വെള്ളം കുടിക്കുന്നു. കടക്കാരൻ 10 രൂപ ചോദിക്കുന്നു. അത് അധ്വാനിച്ചുണ്ടാക്കിയതാണോ ലോട്ടറി അടിച്ചുണ്ടാക്കിയതാണോ
മോട്ടിച്ചുണ്ടാക്കിയതാണോ എന്നൊന്നും ചോദിക്കൂലല്ലോ. ഉത്തമനെ പോലുള്ളടുത്ത് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിയ മതി പറഞ്ഞ് നടക്കുന്നവർ എന്ത് പറയാനാ? അഹങ്കാരി. ഇനിയാണ് പൊന്നെ കളി കാണാൻ പോകുന്നത്. കിട്ടിയ കാശിൽ നിന്ന് 10 പൈസ വക്കീൽ സാറിന് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ വിദ്യ ഭാഗ്യം ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് വിദ്യാഭാഗ്യം. ഞാനെന്ന് ഈ ലോട്ടറി എടുക്കാതെ പോരാൻ നോക്കിയതാ. അപ്പൊ തിലോത്തമൻ ചേട്ടൻ എന്റെ കാല് പിടിച്ചു. ഒരു സൈഡ് എടുത്ത ലോട്ടറി ഇത്. വിദ്യക്കറിയോ, ഞാൻ ഈ ലോട്ടറി എടുത്തതിന്റെ പേരിൽ അന്ന് കേട്ട ചീത്തയ്ക്ക് വല്ല കണക്കുള്ളതാണ്. ഒരു 100 രൂപയുടെ കാര്യത്തിന് 1 കോടി രൂപയുടെ വഴക്കെങ്കിലും ഞാൻ കേട്ടു. ഇപ്പോഴാ എനിക്ക് സത്യം പറഞ്ഞ സമാധാനമായത്. അതെ 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 അതെ. എന്തായാലും നാളെ നീ ഓഫീസ് വരുമല്ലോ, അപ്പൊ നമുക്ക് നാളെയെല്ലാം വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ? വിദ്യയായിരുന്നു മോഹനട്ടാ. ഇതുപോലൊരു സന്തോഷ വാർത്ത അവളോട് പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ വേറെ ആരോടെ പറയാ അല്ലേ? ഈ പൈസ എന്ത് ചെയ്യാനാണ് എന്റെ പരിപാടി? ഒന്നും ഞാൻ അങ്ങനെ കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടില്ല. വളരെ ആലോചിച്ചിട്ട് വേണമല്ലോ ഒന്ന് ചെലവാക്കാൻ. ഇതുവരെ നടക്കാതെ പോയി എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായി ദയവായിട്ട് കാണിച്ചെന്നൊരു വഴിയല്ലേ ഇത്? നിന്റെ ഏത് മോഹം നടക്കാതെ? ന്യായമായ എല്ലാ ആവശ്യം ഞാൻ സാധിച്ചു തരാറുണ്ടല്ലോ. പിന്നെ കുറച്ചു മുന്നേ 1500 രൂപ മുടക്കി ഒരു സാരി വാങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോ തന്നെ മോഹനേട്ടൻ ഓടി കടയിൽ പോയി അത് ഓടി വാങ്ങിക്കൊണ്ടെങ്കിൽ വന്നല്ലേ. അത് ആ സാരി അലമാര ഇരിപ്പുണ്ട്, കണ്ടില്ലായിരുന്നു? സാരി വാങ്ങണ്ടെന്നല്ലോ ഞാൻ പറഞ്ഞത്, ഇപ്പൊ വാങ്ങണ്ട എന്നാ. ഞാൻ സാരിയുടെ കാര്യമെന്നല്ല, ഒരു നാരങ്ങ മുട്ടായി വാങ്ങുന്ന കാര്യം പറഞ്ഞാലും മോഹനേട്ടൻ അപ്പൊ പറയും ഇപ്പൊ വാങ്ങണ്ട എന്ന്. കാരണം എന്താ? മോഹനേട്ടന്റെ കണക്കിന് ഞാൻ പറയുന്നതെല്ലാം അനാവശ്യങ്ങളും മോഹനേട്ടൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയൊന്നാണല്ലോ. ഇനി എന്തായാലും ആ പരിപാടി നടക്കാനേ പോകുന്നില്ല. ഈ 3.5 ലക്ഷം രൂപ കൊണ്ട് എനിക്ക് ആഗ്രഹമുള്ളതല്ല ഞാൻ വാങ്ങും. എന്റെ സ്കൂട്ടർ മാറ്റി പുതിയൊരു സ്കൂട്ടർ വാങ്ങും. പിന്നെ അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ബെഡ്റൂമിലേക്ക് ഒരു AC വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു AC ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ പിന്നെ ആ റൂമിൽ കിടക്കില്ല എന്ന് എനിക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. പക്ഷെ 2.2 വള വാങ്ങണം. ഈ മാല മാറ്റി പുതിയൊരു മാല അതെന്തായാലും വാങ്ങണം. പിന്നെ സുരഭി ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ആവശ്യപോലെ ഡ്രസ്സ് വാങ്ങണം. ഇതൊക്കെ എനിക്ക് ആഗ്രഹമുള്ളൂ. കയ്യിലിരിക്കുന്ന പൈസ മുഴുവൻ തീർന്നു കഴിയുമ്പോ നിനക്ക് സമാധാനാവുമല്ലോ. പണം ഉണ്ടാക്കുന്നത് ചെലവാക്കാനും കൂടിയാണ് എന്നുള്ളതാണ് എന്റെ നയം. ഇപ്പൊ ജീവിതത്തിൽ ആദ്യമായി എന്റെ സൗകര്യത്തിന് ചെലവാക്കാൻ കുറേ പൈസ കിട്ടിയ നിലയ്ക്ക് ഞാൻ ചുമ്മാതിരിക്കും മോഹനേട്ടാ. പിന്നെ മോഹനേട്ടൻ എന്തായാലും 2 ഷർട്ട് 2 മുണ്ട് ഞാൻ എന്തായാലും വാങ്ങി തരാം, അത് ഉറപ്പുള്ള കാര്യമാണ്. അതെന്റെ ഷർട്ട് മുണ്ടുമല്ല, മോഹനേട്ടൻ ഷർട്ട് മുണ്ടു. ശരി, മോഹനേട്ടൻ തീരുമാനം പോലെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഭാമേ, ആ പൈസ ചെലവാക്കാതെ നീ എന്റെ കയ്യിലോട്ട് തന്നോളൂ. ഞാനത് സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പിന്നാലെ വരരുത്. സഹകരണ ബാങ്കിലെ സെക്രട്ടറി അരവിന്ദ് സാറിന്റെ മുന്നിൽ ആളാവാൻ വേണ്ടി അങ്ങനെ ഒരു പരിപാടി മോഹനേട്ടൻ ആലോചിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവാൻ പോണില്ല. കൈ കിട്ടുന്ന പണം സൂക്ഷിച്ചു വെച്ചാൽ ഭാവിയിൽ ഉപകാരപ്പെടും. എനിക്കിങ്ങനെ ഭാവിയെ പറ്റി വലിയ ഉത്കണ്ഠകളൊന്നുമില്ല മോനേട്ടാ. ജീവിക്കുമ്പോ അന്തസ്സായിട്ട് അങ്ങ് ജീവിക്കണം. ഈശ്വരനായിട്ട് ഒരു വഴി കാണിച്ചെന്ന നിലയ്ക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാന്നാണ് ഞാൻ തീരുമാനിച്ചു. അല്ല പിന്നെ അതെന്റെ കേസ് പോയല്ല, അതവിടെ വെച്ചേക്ക്. കേട്ടപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല കാഞ്ഞന സാറേ. പിന്നെ ഉത്തമനെ വിളിച്ചപ്പോഴേ കാര്യം അറിഞ്ഞത്. സംഗതി സത്യോ. വക്കീലിന് 5 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. ഭാഗ്യം എന്ന് പറഞ്ഞ ഇതാ പ്രഭേ. പ്രഹ്ലാദൻ ചേട്ടൻ ആഴ്ചയിൽ ഒരു ലോട്ടറി എടുക്കാറുണ്ട്. ഒരിക്കലെപ്പോഴോ 1000 രൂപ അടിച്ചു എന്നല്ലാതെ വേറെ ഒറ്റ പൈസ അടിച്ചിട്ടില്ല. ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്ന അതാ കാഞ്ചന സാറേ.
ചില ആളുകളെ ദൈവം കണ്ണടച്ച് സഹായിക്കും. ശരിയാ. അവർക്ക് വാരിക്കോരി കൊടുക്കും. ബാക്കിയുള്ളവൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നരകിച്ചു കഴിയും. എന്റെയും പ്രഹ്ലാദൻ ചേട്ടന്റെയും ശമ്പളം കൊണ്ട് ഒന്നിനും തികയാത്ത അവസ്ഥയില്ല. ഞങ്ങൾക്ക് ഒരു ലോട്ടറി പോലും അടിക്കാറില്ല. കൈ നിറയെ കാശുള്ള മോനേഷ സാറിന് 5 ലക്ഷം രൂപ അടിച്ചു. എന്നും ലോട്ടറി എടുത്തിട്ടാണ് ഇത് അടിച്ചെങ്കിലും വേണ്ടൂലായിരുന്നു. ഇതങ്ങനല്ലല്ലോ. വക്കീൽ ആദ്യമായിട്ടാ ലോട്ടറി എടുക്കുന്നത്. അതിന് കൃത്യമായിട്ട് 5 ലക്ഷം രൂപ അടിക്കുകയും ചെയ്തു. ആള് സാറായതുകൊണ്ട് ആ പൈസന്ന് 1 രൂപ പോലും ചെലവാക്കില്ല. മുഴുവൻ പൈസയെ അങ്ങനെ തന്നെ കൊണ്ടുപോയി ബാങ്കിലിടും. നോക്കിക്കോ. അത് ശരിയാ. എനിക്ക് 5 ലക്ഷം അടിച്ചിരുന്നെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ വരുന്നത് സ്വന്തം കാറിലായിരിക്കും. ഇതിപ്പോ 5 ലക്ഷം അല്ല, 5 കോടി അടിച്ചാലും മോനേഷ് സാറ് നടന്നല്ലേ ഓഫീസിൽ വരുവുള്ളൂ. അതെ, അത് ശരിയാ. സ്വയം പ്രഭേ. ഞാൻ കാറോ ബൈക്കോ വാങ്ങാത്തത് എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടല്ല. മോട്ടോർ വാഹനങ്ങൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് ലോട്ടറി അടിച്ചത് കൊണ്ട് മാത്രം കാറിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് പുറത്തു വരാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കാർ വാങ്ങുന്നില്ല. മനസ്സിലായല്ലോ? സാർ, ആഴ്ചയിൽ 7 ദിവസവും കേരള ലോട്ടറിയുടെ നറുക്കെടുപ്പ് നടക്കാറുണ്ട്. ആർക്കെങ്കിലുമൊക്കെ എപ്പോഴും സമ്മാനം ലഭിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ലോട്ടറി നടത്തുന്നത് ധനകാര്യ വകുപ്പാണ്, റവന്യൂ വകുപ്പല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാൻ നോക്ക്. എറിയാൻ അറിയാവുന്നന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കില്ല എന്ന് പറഞ്ഞ ഇതാ. എനിക്ക് 5 ലക്ഷം രൂപ അടിച്ചിരുന്നെങ്കിൽ നേരെ ബ്രാൻഡി കടയിൽ പോയി 2500 രൂപയുടെ ഒരു സ്കോച്ച് അപ്പൊ തന്നെ മേടിച്ചേനെ. അതുകൊണ്ടാ ശിശുപാലൻ ചേട്ടൻ ലോട്ടറി അടിക്കാത്തത്. എന്ത് പറഞ്ഞാലും കള്ളു കുടിക്കാന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ഹലോ, അതെ, കെ മോഹനേഷ് സാറാണ്. ആരത് സാറോ? എന്തൊക്കെയുണ്ട് സാർ? ഈ ആഴ്ച അതിനെന്താ, ശനിയാഴ്ച ഞാൻ ബാങ്കിലേക്ക് വരുന്നുണ്ട്. അത് ശരിയാണ്. 5 ലക്ഷം രൂപ. സഹകരണ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടാനോ? ആ പൈസ ചെലവാക്കാതെ നീ എന്റെ കയ്യിലോട്ട് തന്നോളൂ. ഞാനത് സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പിന്നാലെ വരരുത്. ആ പൈസ സഹകരണ ബാങ്കിൽ തന്നെ ഇടണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാല്, ഈ അങ്ങനെയൊന്നുമില്ല സാർ. ഞാനൊരു കാര്യം പറഞ്ഞ ബാമ അങ്ങനെ എതിർത്ത് പറയില്ല. എന്നാലും ഞാൻ സാറിനെ വിളിച്ചോളാം. ശരി. ഈശ്വര, അരവിന്ദ് സാറിനോട് എന്ത് പറയും? അയ്യോ, പേഴ്സ്. വക്കീലേ, വക്കീൽ പോയിറങ്ങാണല്ലേ? അതെ അതെ. എന്താ ഉത്തമ ഈ നേരത്തെ? ഒരു ഭയങ്കര പ്രശ്നമുണ്ട് വക്കീലേ. അയ്യോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഉത്തമ നേരെ വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ മതി. ഞാൻ ഇപ്പൊ തന്നെ താമസിച്ചിരിക്കുക. ഇനിയും വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിലേ ഓഫീസിലെത്താൻ ഞാൻ വൈകും. അത് പിന്നെ വക്കീലേ, അത് വക്കീൽ ഓഫീസിൽ വന്ന് പറയേണ്ട കാര്യമല്ല, വക്കീലിനോട് മാത്രം പറയേണ്ട ഒരു കാര്യമാണ്. അതെന്താണ്? രാവിലെ തിലോത്തമ ചേട്ടൻ ഒരു അബദ്ധം പറ്റി പോയതാണ്. 5 ലക്ഷം രൂപ ലോട്ടറി അടിച്ചത് വക്കീലിനല്ല, വക്കീലിന്റെ അടുത്ത നമ്പറിലുള്ള ആളിനാണ്. പോയാ വക്കീലേ, 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 വക്കീലേ. ഉത്തമം കാര്യമായിട്ടാണോ പറയണേ? സത്യമാണ് വക്കീലേ. അടിച്ച ടിക്കറ്റുമായി പെയിന്റ് കടയിലെ ദാമോദരൻ ചേട്ടൻ ചെന്നപ്പോഴാണ് തിലോത്തമ ചേട്ടന് അബദ്ധം മനസ്സിലായത്. വക്കീലിനെ നേരിട്ട് വിളിച്ചു പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് തിലോത്തമ ചേട്ടൻ എന്നെ വിളിച്ചു.
ഞാനത് അറിഞ്ഞുകൊണ്ട് ലോട്ടറി കടയിൽ ചെന്നപ്പോ സംഗതി സത്യമാണ്. ഈശ്വര, ഞാനാണെങ്കിൽ വക്കീലിന് ലോട്ടറി അടിച്ച സന്തോഷത്തിൽ ഈ കാര്യം നാട്ടുകാരുടെ മുഴുവനും പറയുകയും ചെയ്ത്. ഭയങ്കര അബദ്ധമായി പോയി വക്കീലേ. ഫോൺ വിളിച്ച വക്കീലിന് എന്ത് തോന്നുമെന്ന് കരുതിയിട്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത്. ഉത്തമൻ ഓ, മോഹനേട്ടനടുത്ത് കാര്യം പറഞ്ഞു? ഇതുവരെ പറഞ്ഞില്ല. പറയണോ? ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ എന്നെ കളിയാക്കി കൊല്ലും. അതിന് മാത്രം വലിയ വർത്താനങ്ങളല്ലേ ഞാൻ രാവിലെ പറഞ്ഞത്? സാറിന് ഞാൻ വിളിച്ചാലും അതൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. എന്നാലും ഞാൻ വിളിച്ചേക്കാം. ഞാൻ ഇറങ്ങട്ടെ വക്കീലെ. ബാഗ് കയ്യില് തൂക്കിയിട്ടുണ്ടേ. ഓ ശരി. എന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഈ 3.5 ലക്ഷം രൂപ കൊണ്ട് എനിക്ക് ആഗ്രഹമുള്ളതല്ല ഞാൻ വാങ്ങും. എന്റെ സ്കൂട്ടർ മാറ്റി പുതിയൊരു സ്കൂട്ടർ വാങ്ങും. പിന്നെ അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ബെഡ്റൂമിലേക്ക് ഒരു AC വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു AC ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ പിന്നെ ആ റൂമിൽ കിടക്കില്ല എന്ന് എനിക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. പക്ഷെ 2.2 വള വാങ്ങണം. ഈ മാല മാറ്റി പുതിയൊരു മാല അതെന്തായാലും വാങ്ങണം. പിന്നെ സുരഭി ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ആവശ്യപോലെ ഡ്രസ്സ് വാങ്ങണം. ഇതൊക്കെ എനിക്ക് ആഗ്രഹമുള്ളൂ. അയ്യോ, ഇന്ന് മോഹനേട്ടൻ എന്നെ പപ്പടം പൊടിക്കണ പോലെ പൊടിക്കും. അയ്യോ, സാർ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സാർ ദേഷ്യപ്പെടരുത്. എന്താണ് ശിവല? വക്കീലിന് ലോട്ടറി അടിച്ചത് കൊണ്ട് ചോദിക്കുകയാണെന്നും കരുതരുത്. എനിക്കൊരു 10,000 രൂപ കടം തരുമോ സാർ? കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. സാറൊന്ന് സഹായിച്ചാൽ. ഈ കുഴപ്പമെന്ന് വെച്ചാല് ഞാൻ ഈ ലോട്ടറിക്കൊക്കെ എതിരാണെന്ന് ശിശുപാലൻ അറിയാലോ. അത് എന്റെ അഭിപ്രായത്തിൽ ലോട്ടറി എന്ന് പറയുന്നത് ചൂതാട്ടമാണ്. എന്തായാലും വക്കീലിന് ലോട്ടറി അടിച്ചല്ലോ സാർ. പക്ഷെ ഇത്തരത്തിൽ കിട്ടിയ പൈസയുടെ കാര്യം എന്നോട് സംസാരിക്കാൻ പോലും വരരുത് എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. രാവിലെ മാമ ചോദിച്ചു, മോനേട്ടാ ഇത്രയും പൈസ ഞാൻ എന്ത് ചെയ്യാനാ, മുഴുവൻ പൈസ എന്റെ മോനിട്ട് എടുത്തോ എന്ന്. ഞാൻ പറഞ്ഞു, എന്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമായി കിട്ടിയ പണം ഞാൻ കൈകൊണ്ട് പോലും തൊടില്ല, നീ എന്റെ ഇഷ്ടപ്പെട്ടു പോ എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ഞാൻ അങ്ങനെ ശിശുപാലിന്റെ കാര്യം വെച്ചെന്ന് പറയുന്നത് അതൊരുമാതിരി അന്തസ്സില്ലാത്തവരുടെ പോയില്ലേ. എങ്കിൽ പിന്നെ ഞാൻ വക്കീലിനോട് ചോദിച്ചോളാം. സാറ് എതിര് പറയാതിരുന്നാ മതി, വക്കീല് പൈസ തരും. ഹലോ, അതെ, ആ എന്താ തുമ്മാ മാറിപ്പോയോ? ആ ആര് പറഞ്ഞു? ഉത്തമൻ ശരിക്കും അന്വേഷിച്ചല്ലോ അല്ലേ? ശരി. ആ ശിശുപാല നിക്കൂ. ഭാമയോട് പൈസ ചോദിച്ച് ബുദ്ധിമുട്ടണ്ട. സാറേ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഭാമയ്ക്ക് ലോട്ടറി അടിച്ചില്ലല്ലോ. അടിച്ചില്ലേ? നമ്പർ മാറിയതാണ് ഉത്തമനെ വിളിച്ചത്. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, ഒക്കെ ഒരു നിമിഷം കൊണ്ട് പോയി.
ഭാമേ അയ്യോ ഇന്നെന്നെ മോഹനേട്ടൻ ഇന്ന അവരപ്പിക്കും. എനിക്കിതിന്റെയൊക്കെ വലിയ കാര്യമുള്ളതായിരുന്നു. ആ തിലോത്തമൻ ചേട്ടനെ വെച്ചിട്ടുണ്ട്. ഓളെ പറ്റിക്കുന്ന പരിപാടിയായിട്ട് ഇറങ്ങിക്കോളും. ഭാമേ ഏ എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഉത്തമൻ മോനേട്ടനെ വിളിച്ചില്ലായിരുന്നോ? വിളിച്ചു. എന്തൊരു ദ്രോഹം നോക്കണേ തിലോത്തമൻ ചേട്ടൻ ചെയ്ത്. ലോട്ടറി എടുത്തപ്പോ അതിന് സമ്മാനം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. പക്ഷേ 5 ലക്ഷം രൂപ സമ്മാനം അടിച്ചു എന്നൊക്കെ കേൾക്കുമ്പോ നമ്മള് സ്വാഭാവികമായിട്ട് സ്വപ്നം കണ്ടു പോവില്ലേ? സ്വപ്നം കാണുക മാത്രമല്ല, സ്വന്തം ഭർത്താവിനെ പരിഹസിക്കുക, അയാളുടെ മേൽ കുതിര കയറാൻ നോക്കുക തുടങ്ങിയ കലാപരിപാടികളൊക്കെ നീ ചെയ്യാൻ ശ്രമിച്ചു. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ രാവിലെ മോഹനേട്ടനെ കളിയാക്കി എന്തൊക്കെയോ ചെറുതായിട്ട് പറഞ്ഞു എന്നുള്ളത് നേര് തന്നെയാ. പക്ഷെ സത്യമായിട്ടും അങ്ങനെയൊന്നും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. അത് മാത്രമല്ല, മോഹനേട്ടൻ ഒരു കാര്യം അറിയോ? ആ പൈസ മുഴുവൻ മോഹനേട്ടന്റെ കൈ കൊണ്ടുവന്നു. ഇതാ മോനേട്ടാ, ഇത് കൊണ്ടുപോയി സഹകരണ ബാങ്കിൽ കൊണ്ടുപോയിട് എന്ന് പറയാനിരിക്കായിരുന്നു ഞാൻ. അതെയോ? പക്ഷെ എനിക്ക് ഭാഗ്യമില്ലാതായിപ്പോയി. എന്ത് ചെയ്യാനാ? ഈ ലോട്ടറി അടിച്ചില്ലെന്നോർത്ത് എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ ഇനി അതിന്റെ പേര് മോനേട്ടൻ എന്നെ കളിയാക്കലുണ്ട്. സത്യമായിട്ട് എനിക്ക് സങ്കടം വരും. കളിയാക്കല്ലേ പ്ലീസ്. ഇതെന്താ? നമ്മൾ ഇന്നലെ തുണിക്കടയിൽ കണ്ട അതേ സാരി. മോനേട്ടാ, നിനക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സാരിയല്ലേ? അത് വാങ്ങിത്തരായിരിക്കുന്നത് ശരിയല്ലല്ലോ. വാങ്ങിത്തരത്തില്ലെന്നല്ലേ മോഹനേട്ടൻ രാവിലെ എന്നോട് പറഞ്ഞത്? വാങ്ങണതാ ഞാൻ കരുതിയത്. പക്ഷേ ലോട്ടറിയുടെ നമ്പർ മാറിപ്പോയതറിഞ്ഞ് നീ ആകെ വിഷമിച്ചിരിക്കായിരിക്കും എന്നെനിക്കറിയാലോ. ആർക്കായാലും വിഷമുണ്ടാവില്ലേ? അതോർത്തപ്പോ നിന്റെ വിഷമം മാറ്റാനായി എന്തെങ്കിലും ചെയ്യാന്ന് കരുതി. മോനേട്ടാ, ഇപ്പൊ വിഷമം മാറിയില്ലേ? മാറിയെന്നോ? എന്റെ ഇഷ്ടം അറിഞ്ഞ് മോഹനേട്ടൻ എനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന ഈ സാരിക്ക് 5 ലക്ഷം രൂപയുടെ അല്ല, 50 ലക്ഷം രൂപയുടെ വിലയുണ്ട്. താങ്ക് യു. നന്ദി. ലോട്ടറി അടിച്ചെന്നറിയുമ്പോൾ ആരും ചെയ്തു പോകുന്ന അബദ്ധങ്ങളെ സത്യഭാമയും കാണിച്ചിട്ടുള്ളൂ. അതൊക്കെ മനസ്സിലാക്കി ക്ഷമിക്കാനുള്ള വിശാല മനസ്സ് വില്ലേജ് ഓഫീസർക്കുണ്ട്. ഭാര്യയുടെ കൊച്ചു ധിക്കാരത്തെ സ്നേഹം കൊണ്ട് നേരിട്ട മോഹനകൃഷ്ണന് അഭിവാദ്യം അർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു. ഭാര്യ ഭർത്താവിനെ എന്ത് വിളിക്കണം?